എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കണ്ടുകൊണ്ട് എങ്ങനെയാണ് പണം സമ്പാദിക്കുക എന്നാണ്. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. കഥയല്ല, യഥാർത്ഥത്തിൽ നടന്നത് തന്നെയാണ്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിജയ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഹൈദരാബാദിൽ ഒരു സിനിമയ്ക്ക് പോയി. തൻ്റെ തിരക്കുകൾ മാറ്റിവെച്ചിട്ടാണ് അദ്ദേഹം സിനിമയ്ക്ക് പോയത്. അദ്ദേഹം പോയ തിയേറ്റർ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ആയിരുന്നു. സിനിമ തുടങ്ങുമെന്ന് ടിക്കറ്റിൽ കാണിക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അതായത് നമ്മൾ സിനിമയ്ക്കായി എത്തേണ്ട ടൈം, ആ ഒരു ടൈമിൽ തന്നെ അദ്ദേഹം തിയേറ്ററിലെത്തി. എന്നാൽ തിയേറ്ററിൽ സിനിമ തുടങ്ങിയില്ല എന്ന് മാത്രമല്ല, പകരം ആദ്യത്തെ 15 മിനിറ്റ് കൊമേഴ്ഷ്യൽ പരസ്യങ്ങൾ ആണ് കാണിച്ചത്. തൻ്റെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൺസ്യൂമർ കോടതിയിൽ കേസ് നൽകി. മൾട്ടിപ്ലക്സിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു കേസ് ഫയൽ ചെയ്ത പരാതിക്കാരൻ്റെയും വാദങ്ങൾ കേട്ടുകൊണ്ട് കോടതി ഇതുപോലെയുള്ള നീതികേടുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി കോടതി 1 ലക്ഷം രൂപ കമ്മീഷണർക്കും അതുപോലെ 10,000 രൂപ വിജയ്ക്കും നൽകാനാണ് ആ ഒരു വിധിയിൽ പറഞ്ഞത്. 5,000 രൂപ കോടതി ചെലവുകൾക്കും 5,000 രൂപ അദ്ദേഹം അനുഭവിച്ച മാനസിക പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റ് സംരക്ഷണത്തിനു വേണ്ടിയാണ് നൽകിയത്. അതായത് ഈ ടോട്ടൽ 1,10,000 രൂപയിൽ 10,000 രൂപ അദ്ദേഹത്തിന് നൽകി. ഈ ഒരു കേസിൽ മൾട്ടിപ്ലക്സിൻ്റെ വാദം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് മുതൽക്കേയുള്ള ഒരു സമ്പ്രദായമാണ് ഈ പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. അതുമാത്രമല്ല, അഭിപ്രായ സ്വാതന്ത്ര്യത്തിലും ബിസിനസ് നടത്താനുള്ള അവകാശത്തിലും ഈ ഒരു കാര്യം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നും അവർ വാദിച്ചു. എന്നാൽ കോടതി ഈ വാദം നിരാകരിച്ചു. ഇതുപോലെയുള്ള സമ്പ്രദായങ്ങൾ സിനിമ കാണാനായി വരുന്നവരുടെ സേവനങ്ങളിലുള്ള കുറവാണെന്ന് കോടതി പറഞ്ഞു. അതുപോലെ തന്നെ പരാതിക്കാരനും പോലീസ് കമ്മീഷണർക്കും നഷ്ടപരിഹാരം നൽകാനും കോടതി ഉത്തരവിറക്കി. ഈ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാൻ കാരണം പണം സമ്പാദിക്കാനുള്ള മാർഗമായിട്ടല്ല, അതായത് സിനിമ കണ്ടുകൊണ്ട് പണം സമ്പാദിക്കാനുള്ള മാർഗമായിട്ടില്ല. എങ്കിലും നമ്മൾ പലർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. സിനിമ കാണാൻ പോകുമ്പോൾ പല തിയേറ്ററുകളിലും കുറേ നേരം പരസ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. തുടങ്ങുമ്പോൾ പരസ്യം, ഇൻ്റർവെല്ലിന് പരസ്യം, അതായത് തിയേറ്റർ ഉടമകൾക്ക് പണം ലഭിക്കുന്നതിന് വേണ്ടി എന്തിനാണ് നമ്മളുടെ സമയം മെനക്കെടുത്തിക്കൊണ്ട് നമുക്ക് താല്പര്യമില്ലാത്ത പരസ്യങ്ങൾ വെറുതെ ഇരുന്നത് കാണുന്നത്. നമ്മൾ പണം കൊടുത്താണ് തിയേറ്ററിൽ സിനിമ കാണാനായി വരുന്നത്. ആ നമ്മുടെ സമയത്തിന് വിലയില്ലേ? ഞാൻ പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഏകദേശം അരമണിക്കൂറൊക്കെയാണ് പല തിയേറ്ററുകളിലും ഇത്തരം പരസ്യങ്ങൾ കണ്ട് നമ്മുടെ സമയം വെറുതെ കളയേണ്ടി വരുന്നത്. ഇനി സിനിമ കണ്ടുകൊണ്ട് എങ്ങനെയാണ് പണം സമ്പാദിക്കുക എന്ന് പറയാം. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, എങ്കിലും ഒരു ഉദാഹരണ സഹിതം ഞാൻ പറയാൻ ശ്രമിക്കാം. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിലെല്ലാം സിനിമ കണ്ടുകൊണ്ട് നമ്മുടെ അഭിപ്രായം പറയാനുള്ളൊരു മാർഗമുണ്ട്. അറിയാലോ, നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ ഇനേബിൾ ചെയ്തുകൊണ്ട് നമുക്ക് പണം സമ്പാദിക്കാം. ഈ ഒരു കാര്യം പറയുമ്പോൾ ഇത് തന്നെയല്ലേ തിയേറ്റർ ഉടമകളും ചെയ്യുന്നത് എന്ന് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം ഇവിടെ റിവ്യൂ ആണ് സേവനമായി നൽകുന്നത്. അതിന് നിങ്ങൾ പണം നൽകുന്നില്ല. അതിന് പകരമായി യൂട്യൂബിലെയും ഫേസ്ബുക്കിലെയും ഒക്കെ പരസ്യങ്ങൾ കാണേണ്ടതായി വരികയാണ് ചെയ്യുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ, പരസ്യം കാണാൻ താല്പര്യമില്ല എന്ന് നിങ്ങൾ കുറിച്ച തീരുമാനമാണെങ്കിൽ പ്രീമിയം മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് പരസ്യമില്ലാതെ റിവ്യൂ കാണാവുന്നതാണ്. ഒരു സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ ഓൾറെഡി ടിക്കറ്റിന് പണം കൊടുത്താണ് പോകുന്നത്. സിനിമയാണ് നമുക്ക് ലഭിക്കേണ്ട സേവനം, അതിന് പണം കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ആ ഒരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയുമില്ല. ഏകദേശം 1 ലക്ഷം വ്യൂസ് വരുന്ന സിനിമ റിവ്യൂ ചെയ്യുന്ന ഒരു ചാനലിന് എത്ര രൂപ ലഭിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഏറ്റവും കുറവ് നമുക്ക് ആദ്യം നോക്കാം. ഒരു മാസം 10 വീഡിയോ ഇടുകയും 100K വ്യൂസ് 10 വീഡിയോയ്ക്കും ലഭിക്കുന്ന ഒരു സിനിമ റിവ്യൂ ചെയ്യുന്ന ചാനലിൻ്റെ വരുമാനം ആണ് ആദ്യം നോക്കാൻ പോകുന്നത്. ഏറ്റവും കുറഞ്ഞത് 1000 വ്യൂവിന് $1 ലഭിക്കും. ഒരു മാസം 10 വീഡിയോ എന്ന് പറയുമ്പോൾ 1 മില്യൺ വ്യൂസ് മിനിമം ലഭിക്കും. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം $1000 അദ്ദേഹത്തിന് യൂട്യൂബിൽ നിന്ന് മാത്രം കുറഞ്ഞത് ലഭിക്കും. അതായത് ഏകദേശം 83,000 രൂപ. ഇത് മറ്റു പ്ലാറ്റ്ഫോമുകൾ കൂടി ഇടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരുമാനം 1 ലക്ഷത്തിന് മേലെ കടക്കും. ഇത് ഏറ്റവും കുറഞ്ഞതാണ് പറഞ്ഞത്. കൂടിയതാവുമ്പോൾ ഏകദേശം ഒരു 1000 വ്യൂവിന് $10 ഒക്കെ കണക്കാക്കാം. അപ്പോൾ ഇതിൽ നിന്നുള്ള 10 ലക്ഷമൊക്കെ കടക്കും വരുമാനം.
ഇത് നമുക്ക് കൂടിയത് നോക്കണ്ട, കുറഞ്ഞത് തന്നെ നോക്കിയാൽ മതി. അപ്പോൾ കുറഞ്ഞത് നോക്കുമ്പോൾ ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ ഇടുമ്പോൾ ഏകദേശം 1 ലക്ഷത്തിന് മേലെ വരുമാനം വരും. ഇങ്ങനെ സിനിമ റിവ്യൂ ചെയ്തുകൊണ്ട് പണം സമ്പാദിക്കാം. ഇനി റിവ്യൂ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിനും നല്ല പരിപാടി, മറ്റുള്ളവരുടെ റിവ്യൂ എടുക്കാൻ പോകാം. അതായത് തിയേറ്റർ റെസ്പോൺസ്. അങ്ങനെ തിയേറ്ററിൽ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ആ സിനിമയിൽ അഭിനയിച്ച, ഇപ്പം നിങ്ങൾ ഏത് സിനിമയാണോ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സിനിമയിൽ അഭിനയിച്ച താരങ്ങളെ കാണാൻ സാധിക്കും. അവരുടെ അഭിപ്രായങ്ങൾ ഒരുപക്ഷെ വീഡിയോയിൽ പകർത്താൻ സാധിക്കും. അപ്പോൾ വ്യൂസും കൂടും. ഇങ്ങനെയൊക്കെ സിനിമ കണ്ടുകൊണ്ട് പണം നമുക്ക് സമ്പാദിക്കാം. ഈ വ്യൂസിലൂടെ വരുന്ന വരുമാനമായും അതുപോലെ പ്രൊമോഷനുകളൊക്കെ എടുത്തും നമുക്ക് പണം സമ്പാദിക്കാം. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.